The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello my dear children, welcome back to EVS class. I hope you all are very smart, energetic and healthy. Are you all drinking water? എല്ലാവരും നല്ല ഹെൽത്തി ഫുഡും കഴിക്കണം, അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കണം. ഓക്കെ, സോ ബി ഹെൽത്തി ആൻഡ് സേഫ് അറ്റ് ഹോം. നൗ ഇറ്റ്സ് ദ ടൈം ടു സ്റ്റാർട്ട് ടുഡേയ്സ് ക്ലാസ്. In the last class, we have started a new chapter, that is shelter. What do you mean by shelter? Yes, the place where we live safely. And we have learned to draw a house and to label the parts. And also we have learned the types of houses, that is independent house, flat and hut. That is temporary houses and permanent houses. Now today we will learn the different rooms in our house. Which are the rooms in our house? Yes, we have living room, bedroom, kitchen, then bathroom and dining room, isn't it? So ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ റൂമുകൾ. Now I am asking you a question. Is it necessary to keep our rooms clean? നമ്മുടെ ഈ റൂമുകളെല്ലാം വൃത്തിയായിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ? Yes, we need to keep our house and all the rooms in our house clean and neat, to be healthy and to find things easily and to look neat whenever a person comes to our house. അല്ലേ കുട്ടികളെ, നമ്മൾ എന്തിനാണ് വൃത്തിയാക്കി വെക്കുന്നത്? ഒന്ന്, നമ്മുടെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി ചിട്ടയായിട്ട് വെച്ചാലേ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആ സാധനം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മെസ്സി ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സാധനം എടുത്തുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? സോ ദാറ്റ് ഈസ് ദ വൺ പർപ്പസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടു ബി ഹെൽത്തി. ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് വെക്കണം, നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ടു ലുക്ക് നീറ്റ്. നമ്മുടെ വീട് എപ്പോഴും നീറ്റായിട്ട് കണ്ടാലല്ലേ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ എന്താ വിചാരിക്കുക? യെസ്, ഇവരൊക്കെ നല്ല നീറ്റായിട്ടുള്ള ആൾക്കാരാണ്, ഡീസൻ്റ് ആണ്, നല്ല ഹെൽത്തി ആണ്, ഹെൽത്ത് കോൺഷ്യസ് ഉള്ളവരാണ് എന്നൊക്കെ ഒരു നല്ലൊരു ഇംപ്രഷൻ തരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലോ മെസ്സി ആയിട്ട് കിടക്കുകയാണെങ്കിലോ വാട്ട് ദേ വിൽ തിങ്ക്? ദേ ആർ നോട്ട് നീറ്റ്. അയ്യേ, ഈ വീട്ടിൽ ഒരു വൃത്തിയില്ല, ഇവിടെയുള്ള ആൾക്കാരൊന്നും വൃത്തിയില്ലാത്തവരാണ്, അങ്ങനെയല്ലേ വിചാരിക്കുക? ഇറ്റ് വിൽ ഗീവ് എ ബാഡ് ഇംപ്രഷൻ. ഓക്കെ, അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കും നമ്മുടെ വീട് വൃത്തിയായിട്ട് കണ്ടാൽ it shows that you are also neat and healthy. Okay, it shows your personality. So we should always clean our room. It is the responsibility of everybody in our house. അതുപോലെ തന്നെ കുട്ടികളെ, എനിക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. മോർണിംഗ് എണീറ്റ ഉടനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ പൊതിച്ചിരുന്ന ബെഡ്ഷീറ്റും അതുപോലെ പില്ലോസ് ഇതെല്ലാം വൃത്തിയാക്കി വെച്ച് നീറ്റായിട്ട് ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ബ്രഷ് ചെയ്യാൻ പുറത്തേക്ക് വരാൻ പാടുള്ളൂ. ഓക്കെ, സോ എണീറ്റ ഉടനെ ചെയ്യേണ്ടത് നിങ്ങളുടെ ബെഡ്ഷീറ്റും പില്ലോസ് എല്ലാം നീറ്റാക്കി വെക്കുക, മടക്കിയൊക്കെ വെക്കുക. എന്നിട്ട് മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ,
അപ്പോൾ വീട് വൃത്തിയാക്കിയിരിക്കേണ്ടത് ഒരാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണോ? നോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നമ്മുടെ വീട്ടിലെ അമ്മ മാത്രമാണ് ഈ പണികളൊക്കെ ചെയ്യേണ്ടത്, വൃത്തിയാക്കി വെക്കേണ്ടത്, ബാക്കി വൃത്തികേടാക്കേണ്ടതൊക്കെ ഞങ്ങളുടെ കടമയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഡോണ്ട് തിങ്ക് സോ. നിങ്ങളും അതുപോലെ തന്നെ വീട്ടിലെ എല്ലാവരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് ടു കീപ്പ് അവർ റൂംസ് നീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വൃത്തികേടാക്കുന്നതൊക്കെ നമ്മൾ തന്നെ വൃത്തിയാക്കി വെക്കണം. ഓക്കെ ചിൽഡ്രൻ, വിൽ യു ഡു ഇറ്റ്? ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും നിങ്ങളുടെ സ്റ്റഡി റൂമും ബെഡ്റൂമും അതുപോലെ എല്ലാ റൂമുകളും വൃത്തിയാക്കി വെക്കാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യില്ലേ? ഓക്കെ, എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ, ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അതുപോലെ അങ്കിൾ, ആൻറ്റ്, ഫാദർ, അതുപോലെ നിങ്ങളുടെ സിബ്ലിങ്സ് എല്ലാവരും ചേർന്ന് വീട് വൃത്തിയാക്കണം. ഓക്കെ ഓക്കെ, വാട്ട് ആർ ദ തിങ്സ് വി യൂസ് ടു ക്ലീൻ അവർ ഹൗസ്? ലെറ്റ്സ് സീ. Broom. To keep our floor clean, we use mop and broom. Scrubber. To clean the dishes. Toilet brush. To clean the toilet. We use washing machine to clean our clothes and iron box to keep it very neat. So do an activity in your little thinker, page number 72, activity 8.5. Now we are at the end of the chapter. So look at this picture. What do you understood from this picture? Yes, this bedroom is unclean. Why is it unclean? Who are all responsible for this? Yes, how can we keep this room very neatly? Now you answer the questions given below the picture. Okay, so do this activity 8.6, and one more activity is there in the last page of this chapter, that is also to observe a picture and answer the questions. What room is this? Yes, this is a kitchen. Okay. So children, when you look at this picture, you can observe a lot of things in the kitchen. That is, the things are not kept in a place. Then the waste bin is overflowing. The waste are not thrown away, and the foul smell is also coming. Foul gas smell, gas is also coming from the waste bin. So these are the things we can observe in this picture. So now you have to answer the questions below there. First question is, what room is this? So you can write, it is a kitchen. Why is it unclean? So you can write these all reasons. Then third one, do you think your house is clean? So you observe your house and write the answer. And the fourth one is, what do you do to keep it clean? So what you do in your home to keep your home clean, that answer you can write here. Okay children, so finish the activity and send it to me. So children, I hope you all have done all the activities in this chapter, and so we have completed this chapter. So we have learned how to keep our house clean and why to keep our house clean. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗസ് ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ വീട് ക്ലീൻ ചെയ്ത് വെക്കേണ്ടത്, ആൻഡ് ഹൂ ആർ ഓൾ റെസ്പോൺസിബിൾ ഫോർ ദിസ്. യെസ്, വി ഓൾ ആർ റെസ്പോൺസിബിൾ ടു കീപ്പ് അവർ ഹൗസ് very clean and neat. A healthy home gives a healthy and happy life. So that's all for today. We have completed this chapter. We will meet you soon in the next video with a new chapter. Till then, take care and have a beautiful, marvelous day. Bye.